അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, താരീഖ് 3-ാം ക്ലാസ് അതിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, മക്കയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? മക്കയുടെ മറ്റു പേരുകളാണ് ഉമ്മുൽ ഖുറ, ബക്ക. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം എവിടെയാണ്? മക്കയിലാണ്. 3. നൂഹ് നബിയുടെ കാലത്ത് തകർന്ന കഅബ ഷരീഫ് പുതുക്കി പണിതത് ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടിയാണ് നൂഹ് നബിയുടെ കാലത്ത് വലിയ പ്രളയത്തിൽ തകർന്നു പോയ കഅബയെ പുതുക്കി പണിതത്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എപ്പോൾ? ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 റബിയുൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവിൻ്റെ ഗോത്രം ബനൂ സുഹ്റ എന്ന ഗോത്രമാണ്. ആമിന ബീവിയുടെ പിതാവിൻ്റെ പേരെന്താണ്? വഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ എത്ര മുമ്പാണ് പിതാവ് മരണപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ 7 മാസം മുമ്പ് നബിയുടെ ബാപ്പ അബ്ദുള്ള മരണപ്പെട്ടിരുന്നു. 8ാമത്തെ ചോദ്യം, നബി തങ്ങൾ ജനിച്ച എത്രാം ദിവസമാണ് അബ്ദുൽ മുത്തലിബ് അഖീഖ അറുത്തത്? 7ാം ദിവസം. 9ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ഏത് ചക്രവർത്തിയുടെ സിംഹാസനമാണ് തകർന്നത്? നബി ജനിച്ച സന്ദർഭത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അനൂഷിർവാൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു വീണുപോയി. അതുപോലെ തന്നെ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന ഒരു തീ കൂണ്ടാരമുണ്ടായിരുന്നു, അതും തകർന്നു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ആരുടെ തീയാണ് അണഞ്ഞു പോയത്? പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ കുണ്ടാരമാണ് അണഞ്ഞു പോയത്. 11ാമത്തെ ചോദ്യം, വറ്റി വരണ്ട സാവ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ സമുദ്ര സമാനമായ ജലപ്രവാഹം ഉണ്ടായ താഴ്വര സമാവ താഴ്വര. 13. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാവിൻ്റെ പേരെന്താണ്? ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. മക്കയിലെ ആദ്യത്തെ താമസക്കാർ ആരാണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാജറ ബീവിയും. നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ കഥയൊക്കെ അറിയാമല്ലോ. അങ്ങനെയാണ് സംസം വെള്ളം ഉറവ പൊട്ടാനുള്ള കാരണവുമൊക്കെ. 15ാമത്തെ ചോദ്യം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ച ഗോത്രം ജുർഹൂം ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20ാമത്തെ പിതാമഹൻ അദ്നാൻ എന്ന് പറയുന്ന ആളിലേക്കാണ് എത്തുക. 17. മാതാവ് ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര ദിവസം മുല കൊടുത്തു? 7 ദിവസം. ആമിന ബീവിക്ക് ശേഷം ഏതാനും ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്തത് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു വനിത. 19. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിനുശേഷം മുലയൂട്ടിയത് ഹലീമ ബീവി. ഹലീമ ബീവിയുടെ ഗോത്രം ബനൂ സഅദ്. മുലകുടി നിർത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ എത്ര കാലം താമസിച്ചു? 2 വർഷക്കാലം താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹലീമ ബീവി ആമിന ബീവിക്ക് തിരിച്ചു ഏൽപ്പിച്ച സമയത്ത് നബിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 4 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഹലീമ ബീവിയുടെ മകൻ്റെ പേരാണ് ലംറത്ത്. 23ാമത്തെ ചോദ്യം, 6ാം വയസ്സിൽ മാതാവിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ദാസി അടിമസ്ത്രീ ആരായിരുന്നു? ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഓക്കെ, വളരെ സിമ്പിളായ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ഉഷാറായിട്ട് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.